ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ്. ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫങ്ഷൻസ് എന്നാൽ എന്താണ്, അവയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അവയെ ഡെറിവേറ്റീവ്സുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടാനായിട്ട് നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. നിങ്ങൾക്ക് വളരെ പരിചയമുള്ള ഫംഗ്ഷനാണ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. യെസ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കണം. നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ കുറച്ച് വാല്യൂസ് കൺസിഡർ ചെയ്യുക. ആ വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് വാല്യൂസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ നമ്മൾ എക്സ് വാല്യൂസ് കൺസിഡർ ചെയ്യുമ്പോൾ വാല്യൂസ് ടു ദ റൈറ്റ് ഓഫ് ഒറിജിന്റെ വലതുവശത്തുള്ള വാല്യൂസ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 0 ഒറിജിന്റെ വലതുവശത്ത് 0 കൂടെ നമ്മൾ എഴുതുക. 0യുടെ എഫ് ഓഫ് എക്സ് y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് y വാല്യൂ, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 0. നമുക്ക് എന്താ എഴുതാവുന്നത്? 0.5 ആണെങ്കിൽ 0.5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 0.25. ഇപ്പൊ 1 ആണെങ്കിലോ 1 ഈസ് 1 സ്ക്വയർ 1 ആൻഡ് 1.5 ആണ് 1.5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 2.25. ഇനി 2 ആണെങ്കിൽ ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 4, അല്ലെങ്കിൽ അതിന്റെ y വാല്യൂ 4. നമ്മൾ അടുത്തത് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. വാല്യൂസ് ടു ദി ലെഫ്റ്റ് ഓഫ് ഒറിജിന്റെ ലെഫ്റ്റ് ഉള്ള എക്സ് വാല്യൂസ് ആണ് നമ്മൾ പരിഗണിക്കുക. യെസ്. എക്സ് y is equal to f of x is equal to x square. ഇങ്ങനെ മനസ്സിലാകാൻ വേണ്ടി എഴുതിയെന്നുള്ളതുള്ളൂ. ഇത്ര വിശദീകരിച്ചൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ നമ്മൾ വാല്യൂസ് ഏതാണെന്നൊന്ന് പരിഗണിക്കാൻ വേണ്ടി ഗ്രാഫിന്റെ ആക്സിസ് ഒക്കെ ഒന്ന് വരച്ചാൽ നമുക്ക് എളുപ്പമുണ്ട്. എക്സ് ഡാഷ് ഒ എക്സ്, വൈ ഡാഷ് ഒ വൈ. യെസ്. ഇത് 0.5, -5, -0.5. ഇത് -1, ഇത് -1.5, ഇത് -2, ഇത് 0.5, ഇത് 1, ഇത് 1.5, ഇത് 2. ഇങ്ങനെ നമുക്ക് ഇവിടെ പരിഗണിക്കേണ്ട വാല്യൂസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒറിജിന്റെ ലെഫ്റ്റ് സൈഡിൽ പരിഗണിക്കേണ്ട വാല്യൂസ്. യെസ്. ഏറ്റവും ആദ്യം നമുക്ക് പരിഗണിക്കുന്ന വാല്യൂ നമുക്ക് ചെറുത് തൊട്ട് വലുത് വരെ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും ചെറുത് ഏറ്റവും ലെഫ്റ്റിലുള്ളത്. സോ ദാറ്റ് ഈസ് -2. -2 ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ എങ്കിൽ വാട്ട് ഈസ് y വാല്യൂ, അല്ലെങ്കിൽ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? -2 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 4. അടുത്തത് -1.5. -1.5 ആണെങ്കിൽ ദാറ്റ് ഈസ് -1.5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.25. ഓക്കെ. അടുത്തത് 1 ആണെങ്കിൽ നമുക്കറിയാം -1 സ്ക്വയർ എന്ന് പറയുന്നത് 1. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ -0.5
-0.5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0.25. പിന്നെ നമുക്ക് വരുന്ന വാല്യൂ 0 ആണ്, അത് 0 തന്നെ. ഓക്കെ, 0 കൂടെ അവിടെ അങ്ങ് ചേർത്ത് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. വാല്യൂസ് ടു ദ റൈറ്റ് ഓഫ് ഒറിജിനും വാല്യൂസ് ടു ദ ലെഫ്റ്റ് ഓഫ് ഒറിജിനും എക്സ് വാല്യൂസ് ഇങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ഫങ്ഷൻസിന്റെ വാല്യൂസ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പൊ ഇത് 1, 2, 3, 4 ഈ രീതിയിൽ പോട്ടെ. അവിടെ 0യുടെ 0 0.5ന് 0.25. അപ്പോൾ 1 വരെ ഇവിടെ ഏകദേശം ഇവിടെ ഒരു പോയിന്റ് വരും. 1ന് 1, 1.5ന് 2.25. അപ്പോൾ ഇങ്ങനെയൊക്കെ വരും. 2.25, 2ന് 4. ഇവിടെ -0.5, -0.5ന് 0.25, -1ന് 1, -1.5ന് 2.25, -2ന് 4. അപ്പോൾ നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഗ്രാഫായത്. യെസ്, ഇതിന്റെ ഷേപ്പ് നമ്മൾ പരാബോളിക് ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഗ്രാഫിന്റെ ചില പ്രത്യേകതകൾ ശ്രദ്ധിക്കുമ്പം we will consider നമ്മൾ ഈ ഗ്രാഫ്, ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. അപ്പം ഇതിന്റെ റൈറ്റിലേക്ക് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് നോക്കുമ്പം ഈ ഗ്രാഫിൽ കൂടെ പോവുകയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഗ്രാഫിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അതേസമയം ഈ ഒറിജിന്റെ ലെഫ്റ്റില് ഇവിടെ നിന്നും ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കിക്കൊള്ളുക, എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ ഗ്രാഫിന്റെ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗത്ത് ഗ്രാഫിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഈ ഭാഗത്ത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. കുറച്ചും കൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ആദ്യം നമ്മൾ റൈറ്റ് സൈഡ്, റൈറ്റ് ഓഫ് ഒറിജിൻ നോക്കാം. അപ്പൊ എക്സ് വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ 0.5ന് 0.25, 1ന് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് 1, 1.5ന് 2.25, 2ന് 4. അപ്പൊ നമുക്ക് ഇങ്ങനെ കാണാം, എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് വൈ വാല്യൂസും ഇൻക്രീസ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടെണ്ണം താരതമ്യപ്പെടുത്തിയാൽ ഇതിനെ നമ്മൾ x1 എന്നും ഇതിനെ x2 എന്നും വിളിച്ചാൽ നമുക്കറിയാം x1 ഈസ് ലെസ് ദാൻ x2 ആണ്. ഇതെന്ന് പറയുന്നതാണ് കറസ്പോണ്ടിങ് എഫ് ഓഫ് x1, ഇതെന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എഫ് ഓഫ് x2. വാട്ട് അബൌട്ട് എഫ് ഓഫ് x1 ആൻഡ് എഫ് ഓഫ് x2? എഫ് ഓഫ് x1 ഈസ് ഓൾസോ ലെസ് ദാൻ എഫ് ഓഫ് x2. അപ്പൊ ഈ രീതിയിൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുമ്പോൾ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഗ്രാഫുള്ള ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ഈസ് ലെസ് ദാൻ എഫ് ഓഫ് x2 ആയിരിക്കും. ഈ ടൈപ്പ് ഫംഗ്ഷനെ നമ്മളൊരു പേര് വിളിക്കും. ഈ ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് ദിസ് വൺ ഈസ് ആൻ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ എന്ന് പറയും. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ കണ്ടത്? ഈ ഫംഗ്ഷന് നമ്മൾ ഇത്രയും ഭാഗമാണ് പറയുന്നത് കേട്ടോ. റൈറ്റ് ഓഫ് ഒറിജിന്റെ റൈറ്റില് ഈ ഫംഗ്ഷന്റെ ഗ്രാഫിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ എക്സ് വാല്യൂ കൂടി വരുന്നതനുസരിച്ച് അതിന്റെ വൈ വാല്യൂ കൂടി വരിക. 1ന്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് ഇതാ, 1.5ന്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. 2ന്റെ വൈ വാല്യൂ എന്ന് പറയുന്നത് കണ്ടോ കൂടിക്കൂടി വരിക. സച്ച് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ഇൻക്രീസിംഗ് ഫംഗ്ഷൻ. ഇനി അതേസമയം നമ്മൾ ഈ ഒറിജിന്റെ ലെഫ്റ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരികയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ചെറിയ, നമ്മൾ എടുത്തിട്ടുള്ള വാല്യൂവിൽ ഏറ്റവും ചെറിയ വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. -2ന്റെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്.
പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അടുത്ത വാല്യൂ എന്ന് പറയുന്നത് -1.5. ഇതിനേക്കാളും വലുതാണ്. ഇതിനേക്കാളും വലിയ എക്സ് വാല്യൂ ആണ് എങ്കിലും y വാല്യൂ താരതമ്യപ്പെടുത്തുമ്പോൾ ഇതാണ് വലുത് എന്ന് പറഞ്ഞാൽ വ്യക്തമാക്കി പറയാം. ഇത് x1ഉം ഇത് x2ഉമാണ്. നമുക്കറിയാം x1 ഈസ് ലെസ് ദാൻ x2 ആണ്. ഇതാണ് കറസ്പോണ്ടിങ് f ഓഫ് x1. ഇതാണ് കറസ്പോണ്ടിങ് f ഓഫ് x2. വാട്ട് അബൌട്ട് f ഓഫ് x1 ആൻഡ് f ഓഫ് x2? f ഓഫ് x1 എന്ന് പറയുന്നത് 4 ആണ്. f ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ആണ്. എന്ന് പറഞ്ഞാൽ x1ന്റെ വാല്യൂ x1 ഈസ് ലെസ് ദാൻ x2 ആണ്. പക്ഷെ f ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ f ഓഫ് x2 ആണ്. x1ന്റെ വാല്യൂ കൂടി വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ കൂടി വരുന്നതനുസരിച്ച് f ഓഫ് എക്സിന്റെ വാല്യൂ കുറഞ്ഞാണ് വരുന്നത്. നോക്കിക്കൊള്ളുക. -2ന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇത് 4 ആണ്. പക്ഷെ -1ന്റെ വാല്യൂ എന്ന് പറയുമ്പോഴത്തേന് എന്തായി? 1 ആയി. അപ്പോൾ y വാല്യൂ കുറഞ്ഞു വരിക. അതെ, അല്ലെങ്കിൽ നമുക്ക് ഗ്രാഫിൽ നോക്കി പറയാം. ഗ്രാഫിന്റെ ഹൈറ്റ് ഡിക്രീസ് ചെയ്തു വരും. ഈ ടൈപ്പ് ഇങ്ങനെയുള്ള ഈ ഫംഗ്ഷന്റെ ഈ y ഈസ് ഈക്വൽ ടു f ഓഫ് x ഈസ് ഈക്വൽ ടു x² എന്ന ഫംഗ്ഷന്റെ ഒറിജിന്റെ ലെഫ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്താണ്? ദിസ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പൊ ഡിക്രീസിങ് ഫംഗ്ഷൻ എങ്ങനെയായിരിക്കും? x1 ഈസ് ലെസ് ദാൻ x2 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് f ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ f ഓഫ് x2. അതേസമയം ഈ ഭാഗം എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അവിടെ എങ്ങനെയായിരുന്നു? x1 ഈസ് ലെസ് ദാൻ x2 ആണെങ്കിൽ f ഓഫ് x1 ഈസ് ലെസ് ദാൻ f ഓഫ് x2. നമുക്ക് 1-2 എക്സാമ്പിൾ കൂടെ നോക്കാം. അപ്പോഴത്തേനും നിങ്ങൾക്ക് അത് ശരിക്ക് മനസ്സിലാവും. ഓക്കെ, we can consider a linear function. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എടുത്ത് നോക്കാം. is x dash or x y dash or y. We will consider a linear function like this. y is equal to f of x. ഇതൊരു ഫസ്റ്റ് ഡിഗ്രി ഫംഗ്ഷൻ ആണ്. നമുക്കറിയാം ലീനിയർ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോക്കിക്കൊള്ളുക. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുമ്പോഴാണല്ലോ എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഇത് ആണ് നമ്മുടെ x1 എങ്കിൽ നമ്മുടെ y1 എന്ന് പറയുന്നത് ഇതാണ് y1. ഇനി ഇവിടെ if this is x2, കറസ്പോണ്ടിങ് y വാല്യൂ കണ്ടോ? y2. അപ്പൊ എന്താണ് നമ്മളിവിടെ കാണുന്നത്? x1 is less than x2. x1 less than x2 implies y എന്ന് പറയുന്നതിനെ ഞാൻ f of x1 എന്ന് f of x2 എന്ന് പറയും. f of x1 is less than f of x2. This function is an increasing function. ഇനിയിപ്പോ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്ത് വരിക. ഈ ടൈപ്പ് ഫംഗ്ഷനെ നമ്മൾ പറയുന്നത് ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതേസമയം ഇഫ് യു കൺസിഡർ അനദർ വൺ ലൈക്ക് ദിസ്, ഇങ്ങനെ പോവാം. അപ്പൊ ഇവിടെ നിന്നും എക്സ് വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് വരുമ്പോൾ y വാല്യൂസിന് എന്ത് സംഭവിക്കുന്നത്? ഇതാണ് x1 എങ്കിൽ നമ്മുടെ f of x1 എന്ന് പറയുന്നത് ഇവിടെ ദിസ് ഈസ് f of x1. ഇതാണ് x2 എങ്കിൽ f of x2 ഇതാണ്. സോ f of x2 ഏതാണ് വലുത്? f of x1 is greater than f of x2. അപ്പൊ ഇവിടെ എന്താ കാണുന്നത്? though x1 is less than x2 അല്ലെങ്കിൽ x1 less than x2 implies that f of x1 is greater than f of x2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഹൈറ്റ് ഡിക്രീസ് ചെയ്തു വരുന്നു അല്ലെങ്കിൽ ഈ രീതിയിലാണ്. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഇസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, we can see one more example. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഈ ഗ്രാഫ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ π/2 π 3π/2 എക്സെട്ര, ഇങ്ങോട്ട് -π/2 -π എക്സെട്ര. ഇവിടെ വരുമ്പോൾ 1 -1. അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് y is equal to sin x എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ ഗ്രാഫാണ്.
നമുക്കറിയാം അതിൻ്റെ ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ 1 മിനിമം വാല്യൂ -1 അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ വാല്യൂസ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂസ് ഇരിക്കുക. സോ sin 0 0 ആണ്, sin π/2 1 ആണ്, വീണ്ടും sin π 0 ആണ്, sin 3π/2 -1 ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിങ്ങനെ പോകും. ഇവിടെ വന്നു കഴിയുമ്പോൾ -1. അപ്പം ഈ രീതിയിൽ ഇങ്ങനെ പോകുന്ന ഫംഗ്ഷനാണ് sin എക്സിൻ്റെ ഗ്രാഫ്. ഇതാണ് sin എക്സിൻ്റെ ഗ്രാഫ്. ഓക്കെ, നമ്മൾ ഈ ഒരു ഇന്റർവെല്ലിൽ പരിഗണിക്കുക. എവിടെ തൊട്ട് എവിടെ വരെയാ? 0 തൊട്ട് π വരെയുള്ള ഓപ്പൺ ഇന്റർവെല്ലിൽ പരിഗണിക്കുക. 0 തൊട്ട് π വരെയുള്ള ഓപ്പൺ ഇന്റർവെല്ലിൽ പരിഗണിക്കുമ്പോൾ 0 തൊട്ട് π/2 വരെയുള്ള എക്സ് വാല്യൂവിന്റെ ഇൻക്രീസിൽ ദ ഫംഗ്ഷൻ ഈസ്, അല്ലെങ്കിൽ ഇതിന്റെ ഗ്രാഫിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് ദ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ്. ഇനി അറ്റ് π/2 വന്നു കഴിഞ്ഞ് വീണ്ടും ഇത് ഡിക്രീസിങ് ഫംഗ്ഷന്. അപ്പോൾ 0 തൊട്ട് π/2 വരെയുള്ള ഇന്റർവെല്ലിൽ ഇത് ഇൻക്രീസിങ് ഫംഗ്ഷനും π/2 തൊട്ട് π വരെയുള്ള ഇന്റർവെല്ലിൽ ഇത് ഡിക്രീസിങ് ഫംഗ്ഷനുമാണ്. നമ്മൾ 0 തൊട്ട് π വരെയുള്ള ഇന്റർവെല്ലാണ് പരിഗണിക്കുന്നതെങ്കിൽ ഈ ഒരേ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആയിരിക്കും. ഒരു ഇന്റർവെല്ലിൽ ഇൻക്രീസിങ് ആണെങ്കിൽ അടുത്ത ഇന്റർവെല്ലിൽ അത് ഡിക്രീസിങ് ആണ്. അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേര് നൈദർ ഇൻക്രീസിങ്. സച്ച് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻ. അത് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഇന്റർവെല് അനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെല് 0 തൊട്ട് π/2 വരെ ഉള്ളെങ്കിൽ ദിസ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. പക്ഷെ π/2 തൊട്ട് π വരെയാണെങ്കിൽ ദിസ് വൺ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. ബട്ട് 0 തൊട്ട് π വരെയാണെങ്കിൽ ഈ ഇന്റർവെല്ലിൽ ഇത് ഇൻക്രീസിങ്ങും ആവുന്നുണ്ട് ഡിക്രീസിങ്ങും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെ വിളിക്കുക നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ഇനി ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ മനസ്സിലാക്കാനുണ്ട്. കൺസിഡർ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സ്ഥലം വന്നപ്പോൾ ഇത് ഇങ്ങനെ പിന്നെ വീണ്ടും അത് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ ഫംഗ്ഷൻ പോയിരിക്കുന്നത്. ഇത് കർവാണ്, ഇത് സ്ട്രൈറ്റ് ലൈൻ അല്ല. ഇതിങ്ങനെ വന്നപ്പോൾ ഇവിടെ അത് വീണ്ടും ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് ഇത് കണ്ടാൽ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഒക്കെ തന്നെയാണ്. വി ക്യാൻ കൺസിഡർ, നമ്മൾ ഈ ഒരു ഇന്റർവെല് പരിഗണിക്കുക. ഇവിടെ ഈ ഒരു ഇന്റർവെല് പരിഗണിച്ചു കഴിഞ്ഞാൽ we can see that this function is increasing. അപ്പോൾ ഈ ഒരു ഇന്റർവെല്ലിൽ നമ്മൾ ഒരു x1 ലെസ് ദാൻ x2 പരിഗണിച്ചാൽ we can see that f of x1 is less than f of x2 ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇതിനെ എ ബി എന്ന് വിളിക്കാം. ഇന്റർവെൽ എ ബി, ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ x1 ലെസ് ദാൻ x2 implies f of x1 ലെസ് ദാൻ f of x2. ഇനി ഈ ഒരു ചെറിയ ഇന്റർവെല് സി, ഈ ഓപ്പൺ ഇന്റർവെല് ബി സി നമ്മൾ പരിഗണിച്ചാൽ ഇവിടെ നമുക്ക് x1 x2 ഇവിടെ ധാരാളം പോയിന്റ്സ് ഉണ്ട്. ലെറ്റ് ദിസ് വൺ ഈസ് x1, ദിസ് വൺ ഈസ് x2 ആൻഡ് വി ക്യാൻ സീ ദാറ്റ് x1 ഈസ് ലെസ് ദാൻ x2. അതെന്താണ് ഇംപ്ലൈ ചെയ്യുക? വാട്ട് അബൌട്ട് f of x1? ഇതാ f of x1 എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇങ്ങോട്ട് വെച്ച് ഇവിടെ കിട്ടുന്നതാണ് f of x1. ആൻഡ് x2 ഇതാണെങ്കിൽ വാട്ട് അബൌട്ട് f of x2? f of x2 ആ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. എന്ന് പറഞ്ഞാൽ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് f of x1 ഈസ് ഈക്വൽ ടു f of x2. അല്ലെങ്കിൽ
ഈ ഒരു ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റ്സിലും f(x1) = f(x2). എല്ലാ പോയിന്റ്സിലും ഒരേ വാല്യൂ വരിക എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്. ഈ ഫംഗ്ഷന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഇത്രോ മാത്രം അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. യെസ്. ഇനി ഈ ഇന്റർവെല് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ബി സി എടുത്തു. ഇനി അടുത്ത ഇന്റർവെല് നമുക്കൊരു ചെറിയ ഇന്റർവെല് പരിഗണിക്കാം, സി ഡി എന്ന് പറയുന്ന ഈ ഇന്റർവെല്ലില് വീണ്ടും നമ്മൾ x1 ഇങ്ങനെ എടുത്തു, യെസ്, x2 ഇങ്ങനെ എടുത്തു. കറസ്പോണ്ടിങ് y വാല്യൂസ് y1ഉം y2ഉം ഞാൻ എഴുതുക. വാട്ട് അബൌട്ട് ദാറ്റ്? അല്ലെ f(x1) f(x2). x1 < x2 ആണെങ്കിൽ f(x1) < f(x2) ആണ്. f(x1) < f(x2) ആണ്. അപ്പൊ ഈ ഒരു ഗ്രാഫില് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന്റെ ഈ ഒരു ഗ്രാഫില് x1 < x2 implies f(x1) < f(x2) ആണ്. പക്ഷെ അത് മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ മാത്രം x1 < x2 implies f(x1) = f(x2). അതായത് സ്റ്റഡി ആയിട്ട് വാല്യൂ അങ്ങ് പോവുക കുറച്ച് സ്ഥലത്ത്. അപ്പൊ ഈ ഫംഗ്ഷനെ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് ഇൻക്രീസിങ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ? x1 < x2 implies f(x1) f(x2 മാത്രമല്ല f(x1) < or f(x2). കുറച്ച് സ്ഥലങ്ങളിൽ f(x1)ഉം f(x2)ഉം ഈക്വൽ ആയിട്ട് വരും. ഈ രീതിയിലുള്ള ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. യെസ്. ഇനി അടുത്ത ഗ്രാഫ് നമുക്ക് നോക്കാം. വി ക്യാൻ കൺസിഡർ അനദർ വൺ. യെസ്. അടുത്ത ഫംഗ്ഷൻ ഇത് എങ്ങനെയങ്ങ് പോവാം, യെസ്, ദിസ് ഈസ് ഓൾസോ എ കർവ്. അപ്പൊ ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം എന്താണ് x1 < x2. ഹൈറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് പോവുക. ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന സ്ഥലമൊന്നുമില്ല. യെസ്. സോ x1 < x2 implies f(x1) < f(x2) for every point in this interval. ഇത്ര ഇന്റർവെല്ലിൽ നമുക്ക് കാണത്തുള്ളൂ. ഈ ഇന്റർവെല്ലിലല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് മുഴുവൻ x1 < x2 implies f(x1) < f(x2) ആണ്. അപ്പൊ ഇത് ഇവിടെ f(x1) = f(x2) ആകുന്ന സ്ഥലങ്ങളൊന്നും പോയിന്റ്സ് ഒന്നും ഇവിടെ ഇല്ല. Such a function is called strictly increasing function. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇൻക്രീസിങ് ഫംഗ്ഷനും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനും. ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടും ഇൻക്രീസിങ് ആയിരിക്കും. ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ചെല്ലുമ്പം തന്നെ ഈ ഒരു മാറ്റം അവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് നാം പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് x1 < x2 implies f(x) ഒന്നെങ്കിൽ f(x1) < f(x2) ആകാം. ചില സന്ദർഭങ്ങളിൽ f(x1) = f(x2) ആകാം. ചില പോയിന്റ്സിൽ അല്ലെങ്കിൽ ചില ഗ്രൂപ്പ് ഓഫ് പോയിന്റ്സിൽ അല്ലെങ്കിൽ ചില ഇന്റർവെല്ലില് അവിടെ സമനില പാലിച്ചു പോകുന്നതായിട്ട് കാണാമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, വി ക്യാൻ കൺസിഡർ. ഇതേപോലെ കാര്യം നമുക്ക് ഡിക്രീസിങ് ഫംഗ്ഷനിലും പറയാനുണ്ട്. അപ്പൊ ആ ഗ്രാഫ് നമുക്ക് ഒരുമിച്ച് വരയ്ക്കാമെന്ന് തോന്നുന്നു. വി ക്യാൻ കൺസിഡർ. യെസ്, ഇങ്ങനെ ഡിക്രീസ് ചെയ്തു വന്നു, കുറച്ച് സ്ഥലം ഇങ്ങനെ പോയി, എന്നിട്ട് വീണ്ടും ഡിക്രീസ് ചെയ്തു. അടുത്തത് പറയുമ്പോൾ ഡിക്രീസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. യെസ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? x1 < x2 implies ഈ ഭാഗത്തും x1 < x2 implies f(x1) is greater than f(x2). അല്ലേ? ഇത് x1 ആണ്, ഇത് x2 ആണ്, ഇതാണ് f(x1), ഇതാണ് f(x1) എന്ന് പറയുന്ന വാല്യൂ, ഇതാണ് f(x2) എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ x1 < x2 ആണെങ്കിൽ f(x1) is greater than f(x2). പക്ഷെ ഈ പ്രദേശത്ത് എങ്ങനെയാണ്? അവിടെ f(x1) is equal to
ഏത് പോയിന്റ് എടുത്താലും ഈ പോയിന്റ്സിലെല്ലാം എഫ് ഓഫ് എക്സ് സെയിം ആയിരിക്കും. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. വീണ്ടും ഇവിടെ വരുമ്പം ഇത് തന്നെ പഠിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം ഈ ഒരു ഗ്രാഫിനെ സംബന്ധിച്ച് x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. അപ്പൊ ഈ ഫംഗ്ഷനെ നമ്മൾ ഈ ടൈപ്പ് ഫംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കും? ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് മാത്രം വിളിക്കും. ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പൊ അവിടെ ഒരു ചെറിയ ചാൻസ് ഉണ്ട് ചില സന്ദർഭങ്ങളിലെങ്കിലും എഫ് ഓഫ് എക്സ് വൺ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു വരാനായിട്ട്. അതേസമയം ഈ ഫംഗ്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത് ഡിക്രീസിങ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ഓൾവേസ്. നമുക്ക് തന്നിരിക്കുന്ന ഇന്റർവെല്ലിൽ നമുക്ക് തന്നിരിക്കുന്ന ഡൊമൈനിൽ എപ്പോഴും ഈ രീതിയായിരിക്കും ഈ ഫംഗ്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഗ്രാഫ് നമ്മളോട് പറയുക. അതുകൊണ്ട് നമ്മളിപ്പോ കണ്ടത് എന്തൊക്കെയാണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. ദിസ് ഈസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇൻക്രീസിങ് ഫംഗ്ഷൻ. അതേസമയം സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈസ് ലെസ് ദാൻ എഫ് ഓഫ് x2. സ്ട്രിക്റ്റ് ആയിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. അവിടെ വേറൊരു നീക്കുപോക്കുണ്ട്. ഇതേപോലെ നമ്മൾ ഡിക്രീസിങ് ആണെങ്കിൽ x1 ലെസ് ദാൻ x2 ഡിക്രീസിങ്. ഡിക്രീസിങ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു പറയുക? x1 ലെസ് ദാൻ x2 ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. ആൻഡ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? x1 less than x2 implies f of x1 is greater than f of x2 always. Okay. ഇനി നമുക്കൊരു ചെറിയ കാര്യം കൂടെ പറയാനുള്ളത്, y is equal to f of x ഒരു ഫംഗ്ഷന് അതൊരു പോയിന്റിൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നതിന് ഇത്രേ ഉള്ളൂ. ഇഫ് വി കൺസിഡർ എ പോയിന്റ് x0, ഈ x0 ഇത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് പറയാൻ നമ്മൾ ഇതിന്റെ ഒരു ചെറിയ ഇന്റർവെൽ എടുക്കും. ദാറ്റ് ഈസ് x0 പ്ലസ് h x0 മൈനസ് h. അപ്പൊ ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കി വി ക്യാൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ് അറ്റ് ദാറ്റ് പോയിന്റ്. അതോടെ നിൽക്കട്ടെ. ഓക്കെ, now we can consider a simple example. Show that f of x is equal to 7x minus 3 is a strictly increasing function. Strictly increasing function. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണെങ്കിൽ നമുക്ക് എന്താ തെളിയിക്കേണ്ടതെന്ന് അറിയാം. x1 ലെസ് ദാൻ x2 implies f of x1 ലെസ് ദാൻ f of x2. So consider x1 less than x2. x1 less than x2 ആണെങ്കിൽ that implies ഇതിന്റെ ഇത് ഒരു ഇൻഇക്വാളിറ്റി ആണ് നമുക്കറിയാം. x1 is ഇത് രണ്ട് പോയിന്റ്സ് ആണ്. x1 less than x2 ആണെങ്കിൽ അവിടെ x നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. x is a real number. x ഒരു റിയൽ നമ്പർ ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. Then 7x1 is less than 7x2. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. രണ്ടിനെയും 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. Then this implies 7x1 minus 3 less than 7x2 minus 3. അതിനത് നമുക്ക് സംശയമൊന്നുമില്ല. That implies what is 7x1 minus 3? f of x ഇതാണ്. That is f of x1 less than. This one is f of x2. അപ്പോൾ നമ്മൾ എവിടെ വന്നു? x1 less than x2 implies f of x1 less than f of x2. Therefore, this function is a strictly increasing function in its domain. Domain ഏതായിരുന്നു? Set of real numbers. അപ്പോൾ ഇങ്ങനെ പക്ഷെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷൻസിന്റെയും സ്വഭാവം ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് കണ്ടുപിടിക്കുക സാധ്യമല്ല. വലിയ ഫംഗ്ഷൻസ് ഒക്കെ തന്നിരുന്നാൽ
ഈ രീതിയിൽ x1 ലെസ് ദാൻ x2 ഒക്കെ എഴുതി. ഉദാഹരണത്തിന് x മൈനസ് 5 ഹോൾ ക്യൂബ് ഇൻറ്റു 5x മൈനസ് 7 ഹോൾ റൈസ് ടു ഡിവൈഡഡ് ബൈ 2x മൈനസ് 3 ഹോൾ റൈസ് ടു 2 എന്നൊക്കെ ഈ രീതിയിലൊക്കെ തന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ എന്ന് ഈ രീതിയിൽ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എല്ലാ ഫംഗ്ഷൻ്റെയും ഗ്രാഫ് വരച്ചും കാണുക എന്നുള്ളത് അസാധ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് എന്ന ഐഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഡിക്രീസിങ് ആൻഡ് ഇൻക്രീസിങ് ഫംഗ്ഷനെ തിരിച്ചറിയുന്നതിനായിട്ട് എങ്ങനെ ഡെറിവേറ്റീവിൻ്റെ പ്രിൻസിപ്പിൾ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനായിട്ട് നമ്മുടെ പുസ്തകത്തിലൊരു തിയറം തന്നിട്ടുണ്ട്. ആ തിയറം നമ്മളൊന്ന് നോക്കുകയാണ്. Let f be a continuous function on closed interval ab and differentiable in open interval ab. Then f is increasing in closed interval ab if f dash x is greater than 0 for every x belongs to open interval ab. F is decreasing in closed interval ab if f dash x is less than 0 for every x belongs to open interval ab. And f is a constant function in closed interval ab if f dash x is equal to 0 for every x belongs to ab. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് നോക്കാം. എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ, ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ. ഇത് നമുക്ക് നല്ല പരിചയമുള്ള സെൻറ്റൻസാണ് അല്ലേ? മീൻ വാല്യൂ തിയറത്തിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് തന്നെ. ഇനി ഇതിൻ്റെ റിസൾട്ടിൽ പറഞ്ഞിരിക്കുന്ന ഈ കണ്ടീഷൻസൊക്കെ അനുസരിക്കുന്ന ഒരു ഫംഗ്ഷന് എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇവിടെ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബിയിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയിരിക്കും. അതേപോലെ ഇതാണ് പ്രധാനപ്പെട്ട കാര്യം, എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ എ ബി ആണെങ്കിൽ ആ ഫംഗ്ഷന് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിൽ ഡിക്രീസിങ് ആയിരിക്കും. ആൻഡ് if f dash x is equal to 0 for every x belongs to ab open interval ab f ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ഞാൻ കൃത്യമായിട്ടൊന്നും ഇവിടെ എഴുതി ചെയ്യുന്നില്ല, പക്ഷേ ഇതെങ്ങനെ കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എഫ് ഈസ് എ കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവൽ എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീൻ വാല്യൂ തിയറത്തിൻ്റെ റിസൾട്ട് നമുക്കിവിടെ പറയാം. Yes, consider x1, x2, 2 points. x1, x2 are 2 points in open interval AB. And if x1 is less than x2. അപ്പോൾ x1, x2 എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് ഓപ്പൺ ഇൻ്റർവെല്ലിലുണ്ട്. x1 ലെസ് ദാൻ x2 ആണ്. ബൈ മീൻ വാല്യൂ തിയറം we can find a C between this x1 and x2. x1 into x2 into ഇടയ്ക്ക് ഒരു പോയിൻ്റ് C കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഡാഷ് C is equal to, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x1 മൈനസ് x2. ദാറ്റ് ഇംപ്ലൈസ്, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുക എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 is equal to f dash c into x2 minus x1. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് കണ്ടീഷൻസ് പറയുന്നത്. if f dash c greater than 0, f dash c greater than 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് ഗ്രേറ്റർ ദാൻ 0 ആണ്. x2 is greater than x1 ആണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതും ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് ഈ ക്വാണ്ടിറ്റി LHS will be greater than 0. That means f of x2 minus f of x1 is greater than 0. Yes, that implies what? f of x2 is greater than f of x1. Or നമുക്കിതിനെ ഇങ്ങനെ പറയാം, f of x1 is less than f of x2. അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? x1 is less than x2 implies f of x1 is less than f of x2. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണെന്ന് മനസ്സിലായി? x1 ലെസ് ദാൻ x2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് f of x1 ലെസ് ദാൻ f of x2 ആണെങ്കിൽ ദിസ് ഈസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഏത് കണ്ടീഷനിലാണ്?
if f dash c is greater than 0. What is f dash c? That is a point between x1 and x2. അപ്പോൾ അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എഫ് ഈസ് ഇൻക്രീസിങ്. അപ്പം വി ആർ കൺസിഡറിങ് എ ഓപ്പൺ ഇൻ്റർവൽ എ ബി ആൻഡ് ഇഫ് എക്സ് ഈസ് എ പോയിൻ്റ് ഇൻ ദിസ് ഓപ്പൺ ഇൻ്റർവൽ for every x belongs to AB, if f dash x greater than 0, we can say that f is an increasing function. Similarly, if f dash c less than 0 ആയാൽ f dash c less than 0 ആയാൽ എന്താ സംഭവിക്കുക? ഇത് നെഗറ്റീവ് ആയിരിക്കും, ഇത് പോസിറ്റീവാണ്. നെഗറ്റീവും പോസിറ്റീവും കൂടി ഇത് നെഗറ്റീവ് ആയിരിക്കും. സോ ദിസ് ഈസ് ലെസ് ദാൻ 0. അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി നേരെ തിരിഞ്ഞു വരും. എഫ് ഓഫ് എക്സ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എക്സ് ടു എന്ന് വരും. ഫംഗ്ഷൻ എന്താവും? ഫംഗ്ഷൻ ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ. കണ്ടോ? എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ. ഇനി നമുക്കറിയാം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് പ്രോബ്ലംസ് ഒന്നും തരുന്നില്ല. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്? ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക, ഈ തിയറത്തിൻ്റെ പ്രൂഫൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ വായിച്ച് മനസ്സിലാക്കുക. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.